2024 ജൂൺ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇൻഡെക്സ് 0.45% ഇടിഞ്ഞ് 24,324 ക്ലോസിംഗ് നൽകി. ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ഹയർ ലെവലിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും മാർക്കറ്റ് ഇൻട്രാഡേ ലോയിലേക്ക് ഇടിയുകയുമായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റിൽ മികച്ച റിക്കവറി കാണാൻ സാധിക്കുകയും ഇൻഡെക്സ് 24,324 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഏഷ്യൻ പെയിൻറ്റ് 3%, SBI ലൈഫ് 2%, ഡിവിസ് ലാബ് 1.6%, ബ്രിട്ടാനിയ 1.5%, ഗ്രാസിം 1.3% ഉയർന്നപ്പോൾ ഓട്ടോ സെക്ടറുകളും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്തു. M&M 6.69% ഇടിയുകയും ഹിൻഡാൽകോ 2% ഇടിയുകയും ടാറ്റ സ്റ്റീൽ 2%, TCS 1.7%, HCL ടെക് 1.6% ഇടിഞ്ഞു. ബ്രോഡർ ഇൻഡിസസിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 0.27%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.8% ഇടിഞ്ഞു. ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സെക്ടർ ഫാർമ, ഹെൽത്ത് കെയർ, FMCG തുടങ്ങിയ സെക്ടറുകളാണ്. ഫാർമ 0.39%, ഹെൽത്ത് കെയർ 0.38%, FMCG 0.28% ഉയർന്നപ്പോൾ ഓട്ടോ ഇൻഡെക്സ് 2%, മീഡിയ ഇൻഡെക്സ് 1.76%, മെറ്റൽ ഇൻഡെക്സ് 1.6% ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനയാകാനും സാധ്യതയുണ്ട്. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 24,200 പ്രധാന സപ്പോർട്ടും 24,460 പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും. ഇനി വളരെ വലിയ അല്ലെങ്കിൽ ഡീസൻറ്റ് കറക്ഷനിലൂടെ കടന്നു പോകുന്നതും മൊമെൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതും സപ്പോർട്ട് പ്രൈസിലേക്ക് നീങ്ങുന്നതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. പോളിക്യാബ് ഇന്ന് 1.18% ഇടിഞ്ഞ് 6,378 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും 1,000 രൂപയുടെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. 7,333 52 വീക്ക് ഹൈ. 95,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 53.83. 52 വീക്കിലോ 3,506. 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 5% നെഗറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 29% പോസിറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് മികച്ച റിട്ടേണുമാണ് നൽകിയത്. അപ്പർ ലെവലിൽ നിന്നും സ്റ്റോക്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും 6,250, 6,150 തുടങ്ങിയ സോൺ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് സോണായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. 6,250 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റോക്ക് ചിലപ്പോൾ 6,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനെയും ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 10% ഡൗൺ സൈഡ് റിസ്ക് ആണുള്ളത്. 6,220, 6,185 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടും 6,605, 6,900 തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസുമാണ്. 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയ 6,900 എന്ന ലെവലിനെ സ്റ്റോക്ക് മറികടന്നത് മുതൽ സ്റ്റോക്ക് 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 5,800 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നാൽ 6,605, 6,900 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും. രണ്ടാമത്തേത് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കായ ഫിനോലെക്സ് കേബിളാണ്. ഫിനോലെക്സ് കേബിൾ ഇന്ന് 1% ഇടിഞ്ഞ് 1,585 ക്ലോസിംഗ് നൽകി. 1,700 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 1,585 രൂപയ്ക്കടുത്ത് ലഭിക്കുന്നു. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.20. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 6%-ഓളം കറക്റ്റായി 1 വർഷം കൊണ്ട് 100%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഫിനോലെക്സ് കേബിൾ. ഫിനോലെക്സ് കേബിൾ പോളിക്യാബ് കണക്ക് അത്ര വലിയ ഡിസ്കൗണ്ടിൽ ലഭ്യമല്ല. എന്നിരുന്നാലും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1,570 ഒരു പ്രധാന സപ്പോർട്ടാണ്. 1,570 കഴിഞ്ഞാൽ 1,530, 1,485 തുടങ്ങിയ സപ്പോർട്ടുകൾ കൂടി സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ വന്നാൽ 1,650, 1,660 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും. 1,570 എന്ന ഫസ്റ്റ് സപ്പോർട്ടിന് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഫിനോലെക്സ് കേബിൾസിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അതേസമയം സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഡീസൻറ്റ് റേഞ്ച് 1,480 മുതൽ 1,500 വരെയുള്ള റേഞ്ചാണ്.
മൂന്നാമത്തെ സ്റ്റോക്ക് ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്കും ഏകദേശം സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു. 113 രൂപയിൽ നിന്നും സ്റ്റോക്കിൽ വന്ന കറക്ഷൻ സ്റ്റോക്കിനെ 92 രൂപയ്ക്ക് അടുത്തെത്തിച്ചിട്ടുണ്ട്. 92 രൂപ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ്. ഇവിടെ നിന്നും 85-80 രൂപ തുടങ്ങിയ ഡൗൺവേർഡ് സപ്പോർട്ടുകളും സ്റ്റോക്കിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്കും ഡീസൻറ്റ് ഡിസ്കൗണ്ടിൽ ലഭിക്കുകയും സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിനെയും താല്പര്യമുള്ളവർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്